തേജസ്വിനി പുഴയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ പുഴ പറയുന്നത് ഈ പുഴയുടെ തീരത്തെ ഒരു കൊച്ചു വിദ്യാലയത്തിൻ്റെ ലോക ശ്രദ്ധയാകർഷിച്ച കഥയാണ്. പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് നിരവധി മാതൃകകൾ കേരളത്തിനും ലോകത്തിനും സമ്മാനിച്ച പൊതാവൂർ AUP സ്കൂൾ ഈ തേജസ്വിനി പുഴയുടെ തീരത്താണ്. പരിസ്ഥിതി പ്രവർത്തനത്തിന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയത് അനിൽകുമാർ എന്ന അധ്യാപകനാണ്. അദ്ദേഹമാണ് ഇത്തവണ വ്യക്തികൾ വിശേഷങ്ങളിൽ നമ്മുടെ അതിഥി. പൊതാവൂർ AUP സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തന രംഗത്ത്, ഊർജ്ജ സംരക്ഷണ പ്രവർത്തന രംഗത്ത് പൊതുജനങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിൽ സേവനം ചെയ്യാൻ ഒരു വിദ്യാലയത്തിന് കഴിയുമോ ആ രംഗത്തെല്ലാം ഈ സ്കൂൾ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണ് അനിൽകുമാർ എന്ന അധ്യാപകൻ. ഒപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും. എല്ലാ പ്രേക്ഷകർക്കും വ്യക്തികൾ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തേജസ്വിനി പുഴയുടെ തീരത്ത് നിബിഡ വൃക്ഷങ്ങൾ അതിരിടുന്ന സരസ്വതി ക്ഷേത്രം, പൊതാവൂർ AUP സ്കൂൾ പരിസ്ഥിതി സൗഹൃദ പഠനാന്തരീക്ഷമൊരുക്കി ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഈ വിദ്യാലയം. ഒരു അധ്യാപകനും ഒരു കൂട്ടം വിദ്യാർത്ഥികളും കൈകോർത്ത് പിടിച്ചു നേടിയതാണ് ഈ പെരുമ. ജൈവ വൈവിധ്യ സംരക്ഷണം, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിലൂടെ ഒരു നാടിന് തന്നെ മാതൃകയായി ഈ വിദ്യാലയത്തെ മാറ്റിയെടുക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് KM അനിൽകുമാർ എന്ന അധ്യാപകനാണ്. ചീമേനി ചെമ്പ്രകാനം സ്വദേശിയായ അനിൽകുമാർ ദീർഘവർഷങ്ങളായി പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു. അധ്യാപനത്തോടൊപ്പം തന്നെ ഏറിയ സമയവും ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹം നീക്കിവെക്കുന്നു. വ്യക്തികൾ വിശേഷങ്ങളുടെ ഈ എപ്പിസോഡിലേക്ക് അനിൽകുമാർ മാഷിന് ഹൃദ്യമായ സ്വാഗതം. മാഷിൻ്റെ വിദ്യാലയത്തെ ഇന്ന് ലോക നിലവാരമുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെയുള്ള പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ തന്നെ ഈ വിദ്യാലയത്തെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ, ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ ഈ സ്കൂളിനെ സഹായിച്ച, അതിന് താങ്കൾ എടുത്ത ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക? ഈ വിദ്യാലയം കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ വളരെ അവികസിതമായിട്ടുള്ള പൊതാവൂർ ആണ് സ്ഥിതി ചെയ്യുന്നത്. 2010 മുതൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബ് തുടർച്ചയായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയം ഇന്ന് ലോക ശ്രദ്ധയിൽ പെടാൻ വേണ്ടി ഇടയായിട്ടുള്ളത്. വളരെ അവികസിതമായ പ്രദേശമാണെങ്കിലും പാരിസ്ഥിതികമായി സമ്പന്നമാണ് ഈ പ്രദേശം, അല്ലേ? തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം തോന്നിയതുകൊണ്ടാണോ? അതുകൂടി ഒരു ഘടകമാണ്. നമുക്കറിയാം, ഇപ്പോൾ തേജസ്വിനിക്കരയിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ്. എങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നാട്ടുകാരുടെയൊക്കെ പൂർണ്ണമായ സഹകരണം, ഒരു ഗ്രാമപ്രദേശം എന്നുള്ളത് ആ ഗ്രാമത്തിൻ്റെ നന്മ ഒരു പരിധിവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. വളരെ യാദൃച്ഛികമല്ല താങ്കളുടെ ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് താങ്കൾ വന്ന യാദൃച്ഛികമല്ല എന്ന് താങ്കളുടെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്തായിരുന്നു അതിലേക്ക് വരാനുള്ള പ്രചോദനം? ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു മേഖലയിൽ താല്പര്യം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ എൻഡോസൾഫാൻ തളിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് 90-91 കാലത്ത് ചീമേനി ഹെലികോപ്റ്റർ തടയാവുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മ ചീമേനിയൊക്കെ രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ സമയത്ത് അതിൻ്റെയൊക്കെ തന്നെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പരിഷത്തുമായി ബന്ധപ്പെട്ട കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ശാസ്ത്രസാഹിത്യ പരിഷത്താണ് കേരളത്തിലെ ഒട്ടുമിക്ക പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യമായിരുന്നു താങ്കളെ ഇതിലേക്ക് എത്തിച്ചതെന്ന് പറയാം, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ശാസ്ത്രസാഹിത്യ പരിഷത്തിനെ ഇന്ന് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നതിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ നിർണായക പങ്കാളിത്തം ശാസ്ത്രസാഹിത്യ പരിഷത്ത് എന്ന സംഘടനയ്ക്ക് തന്നെ. ഈ നമ്മുടെ എൻഡോസൾഫാൻ പോലുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതി നേരിടുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് താങ്കളെ വിദ്യാലയത്തിലേക്ക് വന്നപ്പോൾ, സ്കൂളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരണം തോന്നിയത്. ഇപ്പോൾ ഓരോ വർഷവും നമുക്കറിയാം വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ
അന്താരാഷ്ട്ര ജൈവവൈദ്യ വർഷമായാലും അത് തുടർന്ന് അന്താരാഷ്ട്ര വനവർഷവും ഇപ്പോൾ ഈ കഴിഞ്ഞാണെങ്കിൽ അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷം അങ്ങനെ അപ്പോൾ ആ ഒരു മേഖലയിൽ ആ ഒരു തീമിൽ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളും പ്രവർത്തനം നടക്കാറുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി ആ ഒരു മേഖലയെ ശ്രദ്ധിച്ച് ചില ശാസ്ത്രീയമായ ചില പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് മാത്രമാണ്. എന്താണ് ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ചീമേനി. നമുക്കറിയാം അവിടെ വിദ്യാലയങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ അതിൻ്റെ ഒരു ചുറ്റുപാടൊക്കെ തന്നെ വളരെ സ്ഥലപരിമിതി വീർപ്പുമുട്ടുന്ന ഒരു വിദ്യാലയമാണ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് സ്കൂളുകൾ പിന്നെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു സ്ഥലപരിമിതി ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ 2010 ഞങ്ങൾ ആദ്യമായിട്ട് വൃക്ഷത്തൈകളുമായിട്ട് ചീമേനി ഹൈസ്കൂളിൻ്റെ മുന്നിൽ വെച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ചീമേനി പിന്നെ ഹൈസ്കൂളിൻ്റെ മുന്നിൽ നിന്നും പൊതാവൂർ വരെയുള്ള ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ദൂരം ഞങ്ങൾ ആദ്യ വർഷം 400 വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ആ വഴിയോര തണൽ പദ്ധതി ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിനും പിന്നെ പറയാൻ വേണ്ടി കഴിയും. നമുക്കറിയാം സാധാരണ നമുക്ക് പിന്നെ ഈ ഒരു മേഖലയിൽ കേൾക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂൺ 5-ന് ഒരേ കുഴിയിൽ തന്നെ വീണ്ടും വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങ് പോലെ അത് പലപ്പോഴും പല ആളുകളും ഒരു വിമർശന ബുദ്ധിയ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ അതിനൊരു മറുപടിയാണ് കൃത്യമായിട്ട്. അപ്പോൾ കഴിഞ്ഞ 2010 ഞാൻ പറഞ്ഞു, 2010 ആരംഭിക്കുകയും 2011, 2012 ഈ 3 വർഷം കൊണ്ട് ഏകദേശം 2300ഓളം വൃക്ഷത്തൈകളാണ് ഞങ്ങൾ 18 കിലോമീറ്റർ ദൂരം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 2000ഓളം വൃക്ഷത്തൈകൾ ഇന്ന് ജീവനോടെ ബാക്കിയുണ്ട് എന്നുള്ളത് വളരെ ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. അതായത് പിന്നെ നമ്മൾ പാതയോരത്തെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും, പക്ഷെ അത് പലപ്പോഴും സംരക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ 18 കിലോമീറ്റർ ദൂരത്ത് 2000-ലധികം വൃക്ഷത്തൈകൾ ഇപ്പോൾ നിലനിൽക്കുന്നെങ്കിൽ തീർച്ചയായും അനിൽകുമാർ മാഷിൻ്റെ ഒരു വലിയ ശ്രമം അതിനകത്തുണ്ട്. നമ്മുടെ പ്രേക്ഷകർ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഈ വൃക്ഷത്തൈകൾക്ക് വെള്ളമൊഴിക്കുന്ന ഒരു ശീലം, അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലെ ശ്രമം വേണമെന്ന് തോന്നിയതും ഈ വൃക്ഷസ്നേഹം കൊണ്ടായിരുന്നോ? അല്ല, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം നമ്മൾ ഒരു 100-400 വൃക്ഷത്തൈകൾ നടുക, അത് പിന്നെ അതിനെ ശ്രദ്ധിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നടാൻ വേണ്ടി ഞങ്ങൾ ആര് തന്നെ അത് തുനിയാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. ഒരു വൃക്ഷത്തൈകൾ നടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പരമാവധി സംരക്ഷിച്ച് ബാക്കി നിർത്താൻ വേണ്ടി കഴിയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചീമേനി മുതൽ പൊതാവൂർ വരെയുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള തോട്ടങ്ങളാണ്. ഇപ്പോൾ ആൾപ്പാർപ്പില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഇടനാടൻ ചെങ്കൽ പ്രദേശം പാറപ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തൊക്കെ വളരെയധികം കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ കേരള വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള വനം വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെ വഴിയോര തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നനക്കലിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൂടി അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ നിലവിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. സാധാരണ അത്തരം പദ്ധതികളൊന്നും ആളുകൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നില്ല. അത് നിലവിലുള്ള പദ്ധതികളെയൊക്കെ പ്രയോജനപ്പെടുത്താനും താങ്കൾ ശ്രമിച്ചു. ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ ഇപ്പോൾ പിന്നെ വിവിധ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ ഫണ്ട് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. അതിപ്പോൾ വനം വകുപ്പ് മാത്രമല്ല, വനം വകുപ്പായാലും കൃഷി വകുപ്പായാലും അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബുകൾ, അതുപോലെ ലയൺസ് ക്ലബ്ബുകൾ തുടങ്ങി അതുപോലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകളടക്കമുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഇവരുടെ ഒക്കെ സഹകരണത്തോടു കൂടി തന്നെയാണ് നമുക്ക് ഒട്ടേറെ ചെലവുകൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, അത് ഏത് പ്രവർത്തനമായാലും. പക്ഷേ പലപ്പോഴും താങ്കളുടെ പ്രവർത്തനം ഒരു ഒറ്റയാൾ പോരാട്ടമാണ് എന്ന് പറയാം, അല്ലേ? ശരിയല്ലേ? തീർച്ചയായും. എന്നുവെച്ചാൽ വളരെ അതിരാവിലെ വൃക്ഷത്തൈകൾക്ക് വെള്ളം ഒഴിക്കാൻ വളരെ അതിരാവിലെ എഴുന്നേറ്റ് പോകണം. അതിനുള്ള സ്ട്രെയിൻ വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു അതൊരു ഒറ്റയാൾ പോരാട്ടം തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെ പറയുന്നത് ഒരു ആത്മപ്രശംസയായി പോകുന്നില്ല. അത് എന്തായാലും ഞാൻ പറയാൻ തയ്യാറില്ല. ഇവിടെ ഉള്ളത് നമുക്ക് ഈ വെള്ളമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അല്ലേ 2000ഓളം വൃക്ഷത്തൈകൾക്ക് വെള്ളമൊഴിക്കുക എന്ന് പറയുന്നത് വെള്ളം ചീമേനിയിൽ ലഭ്യമല്ല. യഥാർത്ഥത്തിൽ പൊതാവൂരിൽ നിന്നാണ് വെള്ളം പിന്നെ ഈ വാഹനം ഒരു ടെമ്പോയിൽ കയറ്റിക്കൊണ്ട് 2500 ലിറ്റർ വെള്ളം കൊള്ളുന്ന 3 ടാങ്കുകളിലാണ് ഈ വർഷം ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. ഒരു പ്രാവശ്യം ഈ 2500 ലിറ്റർ വെള്ളം ഒഴിച്ചു തീർക്കുന്നതിന് വേണ്ടി ഏകദേശം ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും.
സ്വാഭാവികമായിട്ടും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ സാധ്യമല്ല. അപ്പോൾ അത് ശനി ഞായർ ദിവസങ്ങളിലാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ആരംഭിക്കുന്ന പ്രവർത്തനം ഏകദേശം 10 മണിയാകുമ്പോൾ തീരുകയും വൈകിട്ട് ഒരു 3-3:30 മണിക്ക് ആരംഭിക്കുന്ന പ്രവർത്തനം ഒരു 7 മണിയോടുകൂടി തീരുകയും ചെയ്യുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ശനിയും ഞായറും നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ വാഹനത്തിന് ചില അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റുകയും ആ ദിവസങ്ങളിൽ മറ്റ് ചില ആളുകളുടെ സഹായം കൂടി അവരെ പിന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വെച്ചാൽ പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് 4 പ്രാവശ്യം രാവിലെയും വൈകിട്ടും നല്ല വ്യക്തിപരമായി മറ്റു ചില പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് കൃത്യമായ എല്ലാ ദിവസവും ലഭ്യമല്ല. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ടും ഞങ്ങളുടെ പ്രവർത്തനമായി സഹകരിക്കുന്ന ഒരു പുതാവൂരുള്ള KV നാരായണൻ എന്ന് പറയുന്ന ഡ്രൈവറാണ് ഈ പ്രവർത്തനം ഞങ്ങളുടെ വൃക്ഷത്തെ കൊണ്ടുവരുന്നത് മുതൽ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് വെള്ളമൊഴിക്കാനും അല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നെ മുൻപന്തി. ഇപ്പോൾ വളരെ ഒരു നല്ല രീതിയിലൊരു പരിസ്ഥിതി പ്രവർത്തനം വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിനും പിന്നെ പ്രയാസം. അദ്ദേഹം തീർച്ചയായും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഒരുപക്ഷെ അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള ഈ കൈകോർത്തുള്ള പ്രവർത്തനമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം അതിന് പുറത്ത് ഇപ്പോൾ ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങളുണ്ട്. അത് നമുക്ക് രണ്ടാമത് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ നേതൃത്വം വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗജന്യമായിട്ടാണ് പുതാവൂരിൽ നിന്നും TP നാരായണി എന്ന് പറയുന്ന അവർ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് വെള്ളം തരുന്നത്. അതൊക്കെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ചാർജ് പോലും ഞങ്ങളോട് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഒരു ആഴ്ചയിൽ 10,000 ലിറ്റർ വെള്ളം ഒരാഴ്ചയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 2000 വൃക്ഷത്തൈകൾക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ 20,000 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് ഒരു തൈക്ക് വെള്ളം ലഭിക്കില്ല. ഒരാഴ്ച ഇടവിട്ട് കൊണ്ടുള്ള ആഴ്ചയിലാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. 20,000 ലിറ്റർ വെള്ളം 8 ട്രിപ്പ് വെള്ളം കൊണ്ട് മാത്രമേ പുതാവൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു റൗണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും.